ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ പേരാണ് സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 144,000 പേർ അപ്പോസ്തലന്മാർ ആകുന്നു. പാസ്റ്റർ അനി കൊടിത്തോട്ടത്തിൻ്റെ 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ വീഡിയോ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടു. ഈ വീഡിയോയിൽ പറയുന്നത് TPM സഭ ദുരുപദേശം പഠിപ്പിക്കുന്നു എന്നാണ്. ഇതിനെ തുടർന്ന് 5 കാര്യങ്ങൾ പാസ്റ്റർ പറയുന്നു. TPM വിശ്വാസികളോട് ഇതിൻ്റെ ആൻസർ ചോദിക്കുന്നുണ്ട്. ഈ 5 ചോദ്യങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി ഉത്തരം തരുന്നു. എൻ്റെ പേര് ബാബു SN, തിരുവനന്തപുരത്ത് താമസിക്കുന്നു. SNS മീഡിയ 2021 ഞാൻ തുടങ്ങിയതാണ്. ഞാൻ TPM സഭ അംഗമാണ്. ഈ പ്രസ്ഥാനം തന്നെ പിടിച്ചിരിക്കുന്നത് വിശ്വാസിയെ ഭയപ്പെടുത്തിയാണ്. കാരണം ഇവർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞാൽ ഇതേതാണ്ട് വലിയ ആകാശം ഇടിഞ്ഞു വീഴും, വലിയ പ്രയാസം ഉണ്ടാവും. ഒന്നുമില്ല. കാരണം പ്രത്യേകിച്ച് പുതുനിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് പാസ്റ്റർമാർക്കോ ഉപദേശിമാർക്കോ മൂപ്പന്മാർക്കോ സംവരണം ചെയ്തല്ല. എന്നോട് ചോദിക്ക്, ഇപ്പോൾ പൗരോഹിത്യമുണ്ടോ? ഞാൻ പറയും ഉണ്ട്. പൗരോഹിത്യമില്ലെന്ന് പറയുന്നവൻ പുതുനിയമത്തിൽ പൗരോഹിത്യമില്ലേ? പുതുനിയമത്തിലാണ് പൗരോഹിത്യം ഉള്ളത്. ആർക്കാ പൗരോഹിത്യം? അത് ലിംഗഭേദമന്യേ, പ്രായഭേദമന്യേ രക്ഷാനുഭവം പ്രാപിച്ച ഏത് ദൈവവൈതലും വാസ്തവത്തിൽ പുരോഹിതനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പുരോഹിതനാണ്. രക്ഷാനുഭവം പ്രാപിച്ച മകൻ എനിക്കുണ്ടെങ്കിൽ മകൻ പുരോഹിതനാണ്, ഭാര്യ പുരോഹിതനാണ്. പുരോഹിത എന്ന് വിശേഷിപ്പിക്കുക ലിംഗഭേദമില്ലാതെ സകലരും പുരോഹിതന്മാരാ. വിശ്വാസി സമൂഹം വിശ്വാസികളുടെ പൗരോഹിത്യം അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറിച്ച് പാസ്റ്റർ മാത്രം പുരോഹിതനാണ് എന്ന് പറയുന്നതിനുള്ള ന്യായം എന്താണ്? വാക്യമുണ്ടോ? TPMമാരുടെ വാക്യം ചോദിച്ചാൽ നമ്മൾ നിരാശപ്പെടുത്തേ ഉള്ളൂ. സിയോനിലെ ഉപദേശവും നടത്തിപ്പും പറഞ്ഞു വരികയാണ്. ഇതുപോലെ ചർച്ചയിൽ വന്ന എന്നോട് ഇൻവോയ്സിൽ സംസാരിച്ചൊരു സഹോദരനുണ്ട്. ഞാൻ ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് സിംഗപ്പൂരിൽ കല്യാണം കഴിച്ച പാസുണ്ട്, ഞങ്ങൾക്ക് അയർലൻഡിൽ കല്യാണം കഴിച്ച പാസുണ്ട്, അവരെ ഞങ്ങൾ അനുവദിച്ച് ശുശ്രൂഷ ചെയ്യാൻ, കർത്തൃവേശ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ ഇവിടെ എന്താ പറ്റാത്തത്? നടത്തിപ്പില്ല. നോക്കണം. അപ്പോൾ ബൈബിൾ വലുതാണോ? ഓരോരുത്തരത്ത് ഓരോ കാര്യത്തിന് ഓരോ തരം ബൈബിളാണോ? അപ്പോൾ ബൈബിൾ വെച്ച് വേണം നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമുണ്ടാക്കാൻ. ആ ചിന്തയിൽ ഒരു പരാജയമാണ്. ഞങ്ങളുടെ വിശുദ്ധന്മാർ അവർ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ ഒരു ബോധത്തിൽ വിശ്വാസികളെ മുഴുവൻ സഭയുടെ അടിമകളാക്കി മാറ്റി വേദപുസ്തക വിപരീത ദിശയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും സംഘടിതമായ ആത്മീയ ലോകത്തിലെ നിശബ്ദമായ ഒരു കൾട്ടാണ് TPM എന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ അങ്ങനെ കൾട്ടിൽ ദൈവമക്കളുണ്ടാകുമോ? പറയാം. അതൊരു ലോജിക്കലി ഒരു ചോദ്യം തന്നെയാണ്. കാരണം ധാരാളം ദൈവമക്കൾ അവിടെയുണ്ട്. കാരണം വേദപുസ്തകം വായിച്ച് കർത്താവിനെ എന്ന വണ്ണം ഇങ്ങനെ സേവിച്ച് ഭയന്ന് കഴിയുന്ന ദൈവമക്കൾ, പ്രാർത്ഥനാ മനുഷ്യരൊക്കെ ഉണ്ട്. വിവാഹം കഴിക്കാതെ കർത്താവിൻ്റെ വില മാന്യമായി ചെയ്ത് TPMകാരുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷേ ഉപദേശപരമായ ആ തെറ്റ് ഏറ്റവും കുടിലമായ ഒരു തലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ കണ്ടു, ഏറ്റവും കൂടുതൽ ചിലടത്ത് കൂടി ഇത്ര എൻക്വയറി നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലജ്ജാകരമായൊരു കാര്യം, എല്ലാ പ്രസ്ഥാനത്തിലും ആ പ്രസ്ഥാനങ്ങളെ നവീകരിക്കുന്ന ആളുകൾ എഴുന്നേൽക്കും. ഉദാഹരണം, ഇപ്പം ഞാനും ബ്രദർ സഹോദരങ്ങളുമായിട്ട് നല്ല ഡിബേറ്റ് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ബ്രദറുകാർ അവരുടെ ഒരു ആഭ്യന്തര വിഷയം അവരൊരു മീഡിയയിലിട്ട് ചർച്ച ചെയ്യുകയാണ്. ഞാൻ എന്തിനാണ് അവിടെ പോകുന്നത്? അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. എനിക്കതിനകത്ത് റോളൊന്നുമില്ല. അവരവരുടെ ആഭ്യന്തര പ്രശ്നം അവിടെ ഇട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉപദേശം ആയിക്കൊള്ളട്ടെ. അത് അവർ ചർച്ച ചെയ്യേണ്ട വിഷയത്തിനകത്ത് എനിക്കെന്താ റോൾ? എനിക്ക് റോളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത് ബ്രദറുകാർ ഭയങ്കരമായിട്ട്, ഞാൻ ചോദിച്ചാൽ എന്താ കുഴപ്പം? അത് അവരുടെ ആഭ്യന്തര വിഷയം അവരുടെ തലത്തിലിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ ബ്രദറൻ സഭയിൽ എന്തെങ്കിലും നവീകരണം ഉണ്ടാകണമെങ്കിൽ ബ്രദറൻകാരൻ ചിന്തിക്കണം, നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കത്തോലിക്ക സഭയിൽ നവീകരണം ഉണ്ടാകാൻ വേണ്ടി തെരുവിലിറങ്ങിയത് കന്യാസ്ത്രീകളാണ്. IPCക്കെതിരെ ശ്രദ്ധ വിടക്കുന്ന IPCക്കാരനാണ്. തിന്മയ്ക്കെതിരെ പോരാടാൻ അവിടെ തന്നെ ഒരു വിങ്ങുണ്ടാകണം. അങ്ങനെയല്ലേ ഹിന്ദു മതത്തിലുമൊക്കെ ബുദ്ധമതം രൂപപ്പെട്ടെ. TPMൻ്റെ ഒക്കെ പ്രാക്തനമായ രൂപമല്ലേ ബുദ്ധമതം. അത് നിങ്ങൾ നിരസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ വസ്തുത. ഇതൊക്കെ രൂപപ്പെട്ടപ്പോൾ റിഫോർമേഷൻ ഉണ്ടായി. ഈ വിധത്തിൽ എല്ലാ ചർച്ചകളിലുണ്ട് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഗ്രൂപ്പ്. പലരും ധരിച്ചു വെച്ചേക്കും ഞങ്ങൾ IPCയിൽ കണ്ട തിന്മകൾക്കെതിരെ മിണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയൊന്നല്ല. നിങ്ങൾ ചോദിച്ചു നോക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച എലീമിലായിരുന്നു. എലീം സഭ എന്ന് പറയുന്നത് IPCയിലെ എണ്ണപ്പെട്ട സഭകളിൽ എന്നാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ തിന്മകൾ അതിനുള്ളിലാണ് പറഞ്ഞത്. അത്തരം ഏതെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ കേൾപ്പുള്ള ഒറ്റ വിശ്വാസിയും TPMലില്ല. കാരണം ശാപം വരുമെന്ന പേടി. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ട്. നിങ്ങൾക്ക് ശാപത്തെ പേടിയാണെങ്കിൽ നമുക്ക് ശാപത്തെ പേടിയൊന്നുമില്ല. കാരണം അത് കേവലം മനുഷ്യരാണ്. കാരണം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇത്തരക്കാരനെ അനുഗ്രഹിച്ചിട്ട് കാര്യമായി പറ്റിയില്ലല്ലോ, പിന്നെ എങ്ങനെ ശപിച്ചിട്ട് പറ്റുന്നത്? എൻ്റെ സഹോദരന്മാരത് ഓർത്താൽ മതി. അതുകൊണ്ട് ദയവായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇവർ ഈ ശപിച്ചാലൊന്നും പറ്റാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം
വെറും വ്യാജന്മാരാണ് ഈ പറയപ്പെട്ട മഹാഭൂരിപക്ഷം പേര്. ചുരുക്കം ചില വിശുദ്ധന്മാരുണ്ട്, അവർക്ക് വചനം അറിയാം, അവർക്ക് തന്നെ അറിയാം ഈ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, ആരും പഠിപ്പിച്ചതൊക്കെ തെറ്റായിപ്പോയി എന്നുള്ള കാര്യം അറിയാം. അകത്ത് നിന്ന് സഭയെ നവീകരിക്കാൻ പാകത്തിന് ചെറുപ്പക്കാർ എഴുന്നേൽക്കണം, ഇത്തരം തിന്മകൾക്കെതിരെ പോരാടണം. ഇതാ ഒന്നുകൂടി പറയാം, മെഴുവേലി എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, കോഴഞ്ചേരിക്കടുത്ത്. ഈ മെഴുവേലിൽ എന്താ സംഭവിച്ചതെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. ഈ മെഴുവേലിലെ വിഷയം പറഞ്ഞപ്പോഴാണ് പ്രസിദ്ധനായ ഒരു ആയുർവേദ ഡോക്ടർ ചർച്ച നടത്തി പോയി. അദ്ദേഹം പോകുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇനിയുണ്ട് എൻ്റെ ഈ സ്റ്റോക്ക് ഇഷ്ടം പോലെ, അതെല്ലാം ഒന്നും പറയാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. അതൊക്കെ എൻ്റെ ഈ ലാപ്ടോപ്പിൽ ഇരിക്കുകയാണ്. ഈ ടാബിനകത്ത് സാധനം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ സംഗതികൾ ഇരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ ഒന്നുകൂടി പറയട്ടെ, ഈ മെഴുവേലിയൊരു സംഭവം ഉണ്ടായി. അവിടെ ഇതുപോലെ തന്നെ തെറ്റായൊരു പ്രവണത കണ്ടുപിടിച്ചു. ഞാനതൊരു പബ്ലിക്കിൽ പറഞ്ഞൊരു സമൂഹത്തെ ആക്ഷേപിക്കില്ല. ആ മെഴുവേലിയിൽ ഒരു വിശ്വാസിയും ആ ചർച്ചിലെ ഒരു മദറും തമ്മിലുള്ള അവിഹിതമായ ഏർപ്പാടുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു മൂപ്പൻ കണ്ടുപിടിക്കുകയാണ്. ആ മൂപ്പൻ കൊല്ലപ്പെട്ടു. അതെങ്ങനെ കൊല്ലപ്പെട്ടത്? ജ്യൂസിനകത്ത് വിഷം കലക്കി കൊടുത്തു കൊന്നു. ഇതൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ഒരു പരിപാടി വേറെ ഏതെങ്കിലും ബ്രദറിലോ ബന്ധുക്കോസിലോ നടന്നിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പറയും, നമുക്ക് ഒറ്റക്കെട്ടാട്ടി ഒറ്റകളെ നേരിടണം. ഇനി നിങ്ങൾക്കിത് സംഭവിക്കുക കൂടുതൽ പറയാൻ കാരണം എന്താ? നിങ്ങൾ വിശുദ്ധിയുടെ ആ തീവ്രതയുടെ അത്യുച്ച കോടിയിൽ നിൽക്കുകയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വിശുദ്ധി നിമിത്തം കത്തിപ്പോവും. ബാക്കി ആൾക്കാരെല്ലാം പാവികൾ, മഹാഭാവികൾ, കൈതരാൻ മടിക്കുന്ന ആളുകൾ. ഒപ്പം നിങ്ങളുടേതായ സഭകളിലെല്ലാം മറ്റു ബന്ധുക്കോ സഭകളെല്ലാം ആക്ഷേപിച്ചാണ് സംസാരിക്കുന്നത്, എന്തോ കൊള്ളരുതാത്ത ആളുകൾ. ഞാനിത് പറയുമ്പോൾ, ഞാനിപ്പോൾ പാർക്കുന്ന ഇടത്ത് ഞങ്ങളുടെ ഒരു വിശ്വാസി മരിച്ചു. അദ്ദേഹം മരിക്കുമ്പോൾ ശവടക്കാനായിട്ട് എന്നെ പോകേണ്ടി വന്നു. ഞാൻ ആ വീട്ടിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുകയാണ്. അപ്പം ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ഞാൻ ആ പറയുന്ന സമയത്ത് എനിക്ക് ഡെഡ് ബോഡി എടുക്കണം. ആ കണ്ടീഷനിലാണ് ഞാൻ പോകുള്ളൂ. നിങ്ങൾ പറയുന്ന സമയത്ത് ഡെഡ് ബോഡി എടുക്കണം. 5 മിനിറ്റ് മുമ്പോട്ട് പോകില്ല, ആര് വന്നാലും പോകില്ല, മന്ത്രി വന്നാലും സമയം പിന്നെ ഇല്ല, ഈ രീതിയിലേ പോകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് നടത്തിക്കൊള്ളാൻ പറയും. ഞാൻ അടുത്ത് തിരിച്ചു പോയി, കാരണം സമയകൃത്യത. അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിലെ മരുമകൻ ഒരു TPM വിശ്വാസിയാണ്, നല്ല സഹോദരൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ വരും. ഞാൻ പറഞ്ഞത് എന്താ, അദ്ദേഹം സംസാരിക്കട്ടെ, കുഴപ്പമില്ല, അതിന് സമയം കൊടുക്കുക, അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ കാത്തിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം കൊടുക്കാൻ ഒക്കില്ല. ഇതാ ഞങ്ങൾ ശുശ്രൂഷ ആരംഭിച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹം വന്നു. എന്നിട്ടും എവിടെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് അക്കമഡേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ മനുഷ്യൻ അവിടെ നിന്നൊരു ഫോൺ എടുത്തിട്ട് വളരെ പരസ്യമായിട്ട് ഈ ശുശ്രൂഷ എല്ലാം ആക്ഷേപിക്കും വിധം സംസാരിക്കുക. ഒരു പരസ്യമായിട്ട് പറയേണ്ടി വന്ന് ഫോൺ ഓഫാക്കണം, അത് നിർത്തണം എന്നൊക്കെ പറയും. സമയം കൊടുത്തില്ല പിന്നെ, കാരണം ശുശ്രൂഷയോടുള്ള അനാദരവ്. കാരണം മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ല. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി എന്ന് പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് അധികം അകലെയല്ലാതെ, ഞാനിപ്പോൾ താമസിക്കുന്ന മല്ലപ്പള്ളിക്കും കറുകച്ചാലിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്, അധികം അകലെയില്ലാതെ ഒരു TPM കൺവെൻഷൻ നടക്കാറുണ്ട്. ആ കൺവെൻഷനിൽ എൻ്റെ 2 സുഹൃത്തുക്കൾ പോയി. അതിലൊരാളിപ്പോൾ അട്ടപ്പാടിയിൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ IPCയുടെ പാസ്റ്ററാണ്. അതിപ്പോൾ കുമ്പനാട് വന്ന് പഠിക്കുന്നുണ്ട്, പാസ്റ്റർ മാത്തുക്കുട്ടി. വേറെ പാസ്റ്റർ ഏണസ്റ്റ് എന്ന് പറയും. ഇവരൊക്കെ അവിടെ പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഇത്തരം ഒത്തിരി മൂപ്പന്മാർ പിള്ളേർ നിൽക്കുകയാണ്, പിള്ളേർ മൂപ്പന്മാർ. അപ്പോൾ ഇവരൊക്കെ നിന്നുകൊണ്ട് നടത്തുന്ന ഇടപാടുകൾ, സംഭാഷണങ്ങളെല്ലാം കേട്ടിട്ട് ഈ മാത്തുക്കുട്ടി ഒരു ജേർണലിസ്റ്റിക് ബോധമുള്ള സഹോദരനാണ് പാസ്റ്റർ മാത്തുക്കുട്ടി. അതേ ഇവരിലൊരാളായിട്ട് ഇടപഴകിക്കൊണ്ട് ഉള്ളുകളികളെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവിടെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അതേ അവസ്ഥയിൽ എത്തി നിൽക്കുന്നവരുണ്ട്. അതിലൊരു ഭാഷ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവിടം വിട്ട് ചാടിയാൽ എന്ത് ചെയ്യും, എന്താ ഞങ്ങളുടെ സ്ഥിതി? ഞാനിത് പറഞ്ഞപ്പോൾ വന്ന പ്രിയപ്പെട്ട മാത്തുക്കുട്ടി പാസ്റ്ററോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം ഷണ്ണനാക്കി എന്ന് പറഞ്ഞ ഒരു സഹോദരനെ എനിക്ക് പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്, നിങ്ങൾക്കും പരിചയമുണ്ട്, പറഞ്ഞു വിട്ടിട്ടുണ്ട്. കോട്ടയത്തുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു മദറിനോടൊപ്പം ജീവിച്ച് അവസാനം അവരെ കല്യാണം കഴിപ്പിക്കേണ്ടി വന്നു. ഡൽഹിയിൽ പോയിട്ട്, കോട്ടയംകാരാണ്, ഡൽഹിയിൽ പോയിട്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വന്നു. അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഒന്നല്ല 2 തവണ ടിൻസ് ഉണ്ടായി, 4 കുട്ടികൾ. വേറെ കുട്ടികൾ 4, എല്ലാം കൂടെ 8 കുട്ടികൾ. അപ്പോൾ അടുപ്പിച്ച് 2 ടിൻസ്, അടുപ്പിച്ച് 2 ടിൻസാന്ന് ഓർക്കണം. നിങ്ങളത് ഇരട്ട കുട്ടികൾ അടുപ്പിച്ച് 2, അങ്ങനെ 4. അപ്പോൾ ഞാൻ പറയാറുണ്ട്, സ്വർഗരാജ്യ നിമിത്തം ഷണ്ണനാക്കിയൊരു ഷണ്ണൻ ആടെ കോട്ടയത്തുണ്ട്. ഒരു ഷണ്ണനുമല്ല, മക്കളെ 8ആയിരുന്നു. മനസ്സിലാകുന്ന പറഞ്ഞു വന്നേ. അപ്പോൾ എന്ത് ഇതൊക്കെ പറയാൻ കാരണം, സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയെന്ന് പറയുന്ന ഒരു ഷണ്ണനും അത്തരം കൺട്രോളില്ല. അല്ലെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വചനപരമായിട്ട് അതിൻ്റെ അർത്ഥമോ ആശയമോ ആ നടക്കുന്ന നിലയിലുമല്ല പറഞ്ഞു വരുന്നത്. വചനത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ചിന്തിക്കാം. ഞാൻ നോടി പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. സ്തോത്രം. നിങ്ങൾക്ക് ഇനി ശേഷം ചോദിക്കാനുള്ള ഒരു അവസരം ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. ഞാൻ കൂടുതലായിട്ടൊരു പ്രസ്ഥാനത്തെ ആ വിധത്തിൽ ആക്ഷേപിക്കല്ല. ഇനി ഒന്നുകൂടി, മനുഷ്യാവകാശ നിഷേധത്തിൻ്റെ ഒരു തലം കൂടിയുണ്ട്. അതെന്താ? ഇതിൻ്റെ മറ്റൊരവസ്ഥ കാണണമെങ്കിൽ നമുക്കതിനും തെളിവുണ്ട്, എൻ്റെ കയ്യിൽ അതിനും തെളിവുണ്ട്. ഇവർ ചോദിച്ചു പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കൊടുക്കാം. അപ്പോൾ അത് ഞാനല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുവന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് കാരണം ചിലർക്കെങ്കിലും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്നുപെടാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ, അത് 50 or 60 വയസ്സിനുള്ളിൽ അമിതമായ ഈ ഭക്ഷണം, മറ്റ് ആശങ്കകളൊന്നുമില്ലാത്ത ഒരു ജീവിതം, ഇവർ പറയുന്ന പോലെ മക്കളും ഭാര്യയൊന്നും ഇല്ലെങ്കിൽ ആശങ്കയില്ല, അത് നല്ല കാര്യമാണ്. ആ ജീവിതം എല്ലാം കൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി ആളുകൾ മരിക്കുന്നു. ചിലർക്ക് ഷുഗർ ഉണ്ടാവും,
ചിലർക്ക് ക്യാൻസർ ഉണ്ടാവും. ഇത് ഈ രോഗികളെല്ലാം കൊണ്ട് വിശാലമായ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടിത്തറയിലെ ഒരു സെല്ലിൽ കൊണ്ട് തള്ളുകയാണ്. നരകതുല്യമായ ജീവിതമാണ് അവിടെ. പണ്ട് ഇപ്പോഴത്തെ കാലത്ത് യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉണ്ട്. പണ്ടങ്ങനൊന്നുമല്ല സ്ഥിതി. ഈ ക്ലോസറ്റിലേക്ക്, ഈ ടോയ്ലറ്റിലേക്ക് പോകാൻ നീളത്തൊരു കയറ് കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ചിത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, വീഡിയോ ഉണ്ട് ഈ കയ്യിൽ. ഒരിക്കലും ഇത് പോസ്റ്റ് ചെയ്യും ആവശ്യം ഒന്ന് കണ്ടാൽ. പാവപ്പെട്ട ആളുകൾ ഇതിലൂടെ കഷ്ടിച്ച് കയറ് തൂങ്ങിപ്പിടിച്ച് അവിടെ പോയി ദിനകൃത്യം സാധിച്ചിട്ട് വരണം. അവിടെ കിടന്ന് നരകിച്ച് എരിഞ്ഞു തീരുന്ന നിരവധി ആളുകൾ ഈ സ്ഥലങ്ങളിൽ കിടക്കുകയാണ്. വലിയ ദാരുണമായ അവസ്ഥ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ പ്രിയപ്പെട്ടവരുടെ പാഴ്സനേജുകൾ റെഡി ചെയ്യണം, ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഗവൺമെൻറ് റെഡി ചെയ്യണം. നിങ്ങൾക്ക് കാണാം അസ്ഥികൂടങ്ങൾ കിട്ടും ആ സ്ഥലത്തുനിന്ന്. നിങ്ങൾക്ക് കിട്ടും സംശയാസ്പദമായ നിരവധി സാഹചര്യങ്ങളുടെ തെളിവുകൾ കിട്ടും. എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? ഒരു സമ്പന്ന സമൂഹമാണ് ഇവർ. ഭരണകൂടവുമൊക്കെ ആയിട്ട് വളരെ രഹസ്യത്തിലുള്ള ബാന്ധവങ്ങളും ഒത്താശകളും ലോക്കൽ MLA മാരുമൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ വഴി ഇവരെ സാധിച്ചെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ദുരൂഹ മരണങ്ങളൊക്കെ വന്നാൽ ഇരുചെവി അറിയാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന വലിയ ഡിപ്ലോമാറ്റുകൾ അവർക്കിടയിലുണ്ട്. നമുക്കറിയാലോ, സ്വന്തം വിമാനത്താവളം വരെ സംഘടിപ്പിച്ചിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. ഇവരൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ വല്ലോ സഭയിലുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമാണ്. പക്ഷേ എനിക്കറിയോ, കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളിൽ TPM-കാരുണ്ടെന്നുള്ള കാര്യം എടുത്തു കൊള്ളണം. അവർക്കൊന്നും അതിനകത്ത് പ്രശ്നമില്ല. ഇലക്ഷന് മത്സരിച്ച് TPM-കാരുണ്ട്. അതേസമയം അത് ഏതെങ്കിലും ഇല്ലായ്മക്കാരനാണെങ്കിൽ അവിടെ നടക്കില്ല, അവർക്കെതിരെ നടപടി വരും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്തേ പറയാൻ കാരണം, ഇവിടെ ഒക്കെ റെഡി ചെയ്താൽ മനസ്സിലാകും മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ 100 കഥകൾ, 100 പ്രശ്നങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ഇത്തരം വേലയ്ക്ക് വേണ്ടി വിറ്റും വിട്ടുമൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ വിശേഷിച്ച് ഈ മേഖലയിലേക്ക് എടുത്തിയാടുമ്പോൾ നിങ്ങൾ പോകുന്നത് ഏറ്റവും ദുരൂഹതയുടെ ഒരു മണ്ഡലത്തിലേക്കാണ്. നിങ്ങൾ ചതിക്കപ്പെടുന്ന ഒരിടത്തേക്ക് കടന്നു പോവുകയാണ്. വിവാഹം കഴിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അതിന് പ്രതിഫലമുണ്ട്, അതിന് അനുഗ്രഹമുണ്ട്. അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, കർത്തൃവേലയുടെ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും വിവാഹം കഴിക്കാതെ അത് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. വിവാഹം കഴിച്ചും ചെയ്യാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. വചനം അതേ പറയുന്നുള്ളൂ. വചനം അതേ വിധത്തിൽ പറയുന്ന ആ പന്താവിലൂടെ തന്നെ ചരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. പുതുതലമുറയ്ക്കെങ്കിലും ആ ബോധ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കമൻ്റ് ഇട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, സഹോദരങ്ങളോടെല്ലാം നന്ദി. ശരിക്കും ഒരു കാര്യം കൂടി, ഈ എൻ്റെ ബഹുമാനരായ യേശുനാമ സുഹൃത്തുക്കൾ ഇത്തരം കമൻ്റൊക്കെ ഇടുന്നതിൽ എനിക്കൊരു പരിഭവമുള്ള ആളൊന്നുമല്ല. വ്യക്തിയാക്ഷേപത്തിന് ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം അവർക്ക് കർത്താവിനേക്കാളും ദൈവവചനത്തെക്കാളും സഭയാണ് വലുത്. സഭയെന്ന് പറയുന്ന അവരെ ആ സംഘടനയാണ് വലുത്. ആ സംഘടനയ്ക്ക് വേണ്ടിയാണ് അവർ ആ സംസാരിക്കുന്നത്. കാരണം വചനമല്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, ദയവായിട്ട് വചനം കൂടി ഇട്ടുണ്ടെന്ന് പറയും. ആ പ്രസ്ഥാനത്തിൻ്റെ മഹത്തരമായ എന്തോ കാര്യങ്ങളോ ചെയ്തികളോ മാത്രം ചിന്തിക്കാതെ ഞാൻ ചോദിച്ച ഒരു വചനത്തിന് വേണ്ടിയിട്ട് ഒരു വചനം തരുമോ? ഒരു വചനം എന്ന് വെച്ചാൽ, ഈ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന 12-ൽ പരം വാക്യങ്ങളുണ്ട്. അതിനെ ഖണ്ഡിച്ച് പറയണമെന്നാണ് പറഞ്ഞത്. അത് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് കാര്യമായിട്ട് അതിലേക്ക് പോകാത്തത്. അപ്പോൾ എന്നോട് ബിപിൻ ബാബു ചോദ്യം ചോദിക്കേണ്ട ഘട്ടത്തിൽ ചോദിക്കണം. ഇപ്പം ഞാൻ ചോദ്യത്തിന് മറുപടി പറയാൻ സമയമല്ല. ഒടുവിൽ ചോദ്യത്തിന് മറുപടി ഉണ്ട്. അതിനുവേണ്ടി 2-3 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാം. വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം കൂടി ചോദിക്കാം. ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അപ്പോൾ അതിന് ഉള്ളിലേക്ക് വരികയാണ്. ഈ സഹോദരങ്ങൾ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഏതൊരാൾക്കും വിവാഹം കഴിച്ചോ കഴിക്കാതെയോ ഒക്കെ ഇറങ്ങാനുള്ള സാവകാശമുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. വിവാഹം കഴിച്ചും വരാനുള്ള സാവകാശമുണ്ട്. പക്ഷേ ഈ പ്രിയപ്പെട്ടവർക്ക് പറ്റുന്ന പാളിച്ചകളിൽ ഏറ്റവും വലുത്, ഈ വാക്യങ്ങളെല്ലാം പാസ്റ്റർമാർക്കാണ് ബാധകം, മറ്റാർക്കും അത് ബാധകമല്ല എന്ന നിലയിലേക്ക് ചർച്ചകളെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. തെറ്റാണ്. നമുക്ക് ഒരു വചനം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച പര്യവസാനിപ്പിക്കാം. ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിലെ പരിചിതമായ വാക്യം, മനപ്പാഠം പറയാവുന്ന വാക്യമാണ് 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും, 3 ചിലരെ സുവിശേഷകന്മാരായും, 4 ഇടയന്മാരായും, 5 ഉപദേഷ്ടാക്കന്മാരായും ദൈവം നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഇതെല്ലാം അനിവാര്യമായ ശുശ്രൂഷകളാണ്. അപ്പോൾ ഒരുവൻ തൻ്റെ വേലക്കിറങ്ങിയാൽ ഇറങ്ങേണ്ട വസ്തുതകൾ പറയുമ്പോൾ തനിക്കുള്ളതൊക്കെ ത്യജിക്കണം എന്നൊക്കെ പറയുന്ന വാക്യം ഇവർക്കെല്ലാവർക്കും ബാധകമാണോ? ആർക്ക്? അപ്പോസ്തലന് ബാധകമാണോ? ഈ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലിക ശുശ്രൂഷ
ഇന്നുമുണ്ട്, അപ്പോസ്തലനില്ല. അപ്പോസ്തലന്മാർ 12 പേരേ ഉള്ളൂ. അവരെ അപ്പോസ്തലൻ എന്ന നിലയിൽ ബൈബിൾ കാണുന്നുള്ളൂ, അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ അപ്പോസ്തോലിക മിനിസ്ട്രി നമുക്ക് ചെയ്യാം. അതാണ് വചനം പറയുന്നത്. അപ്പോസ്തലൻ എന്ന വാക്കിന് അയക്കപ്പെട്ടവൻ എന്നേ അർത്ഥമുള്ളല്ലോ, കർത്താവിന് വേണ്ടി അയക്കപ്പെട്ടവൻ, ആത്മീയ അർത്ഥം എടുത്താൽ. അപ്പോൾ ഈ 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലും 12 ഗോത്രപിതാക്കന്മാരുടെ അവരുടെയും അവർ തമ്മിലുള്ള സഹവർത്തിത്വത്തിൻ്റെ ഭാഗമായി പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ യെരൂശലേമിനെ കാണുന്നുണ്ട്. അവിടെ 12 അപ്പോസ്തലന്മാരുടെയും പേരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പേരുണ്ടാവില്ല, കാരണം നമ്മൾ അപ്പോസ്തലന്മാരല്ല. പക്ഷേ അപ്പോസ്തോലിക മിനിസ്ട്രി നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, TPM പ്രവാചകന്മാരായ സഹോദരന്മാരുണ്ട്. സഹോദരന്മാർക്ക് അവിടെ പ്രവചിക്കാനുള്ള അവസരമുണ്ട്, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവാചകന്മാർക്ക് അവിവാഹിത അവസ്ഥ വേണോ? വേണ്ടെങ്കിൽ എന്തുകൊണ്ട്? വേണമെങ്കിൽ എന്തുകൊണ്ട്? ചില സുവിശേഷം പ്രസംഗിക്കാൻ പോവാ. അപ്പോൾ അവർക്ക് ഈ കുടുംബം ഉണ്ടാകാമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട്? അടുത്തത് ഇടയൻ, പാസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇടയന് കല്യാണം പാടില്ല, അത് 83 നിയമം. ബാക്കിയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അടുത്തത് ഉപദേഷ്ടാവ്, ടീച്ചർ, ഇവർക്ക് പാടുണ്ടോ? അടുത്തത് അധ്യക്ഷൻ. ഒരുവൻ അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നല്ല വേല ആഗ്രഹിക്കുന്നുവെന്ന് വളരെ കൃത്യതയോടെ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അധ്യക്ഷൻ്റെ യോഗ്യതയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ പറയുന്ന അധ്യക്ഷൻ പലതാകാമല്ലോ. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളും അധ്യക്ഷനാകാം എന്നൊക്കെയുള്ള നിയമം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ചോദ്യം, ഈ അധ്യക്ഷൻ അവിവാഹിതനാകണമെന്നുണ്ടോ? ഭാര്യ ഉപേക്ഷിച്ച് പോകണോ? ജിതേന്ദ്രിയത്വം പാലിക്കണമെന്നൊക്കെ ഉണ്ടോ? മറ്റൊന്ന്, ഈ ബ്രഹ്മചര്യശീലം കേവലം വിവാഹത്തിൽ മാത്രം നിൽക്കുന്നതല്ല എന്നോർത്തിരിക്കണം. അത് എല്ലാത്തരം കാര്യങ്ങളോടുമുള്ള നിരാസമാണ്. പാസ്റ്റർ ആൽവിൻ ഒരിക്കൽ ഇത് പഠിപ്പിച്ചു തുടങ്ങിയാണ് ചർച്ചയിനുള്ളിൽ. അദ്ദേഹം പഠിപ്പിച്ച വിചിത്രമായൊരു പഠിപ്പിക്കലുണ്ട്. ആ പഠിപ്പിക്കൽ ഈ പാഴ്സനേജിനകത്ത് നമ്മളെല്ലാം സ്വയം ത്യജിച്ചവരാണ്. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി സകലതും ത്യജിച്ചപ്പോൾ നമ്മൾ കേവലം ചിതൽപ്പുറ്റികളായി മാറി. നാം കർത്താവിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ത്യജിച്ചപ്പോൾ ചിതൽപ്പുറ്റികളായപ്പോൾ ഏതെങ്കിലും വിധത്തിൽ 2 ചിതൽപ്പുറ്റികൾ തമ്മിൽ യോജിക്കുമോ? ഒരിക്കലും ഇല്ല, കാരണം നിർജ്ജീവമായി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി ഒരു വസ്ത്രം വേണ്ട എന്ന് പഠിപ്പിച്ച മഹാനാണ് പാസ്റ്റർ ആൽവിൻ. മനസ്സിലാക്കിക്കൊള്ളണം. അത് TPMകാർ രഹസ്യത്തിൽ അംഗീകരിക്കും. അതിനൊക്കെതിരെ അന്നേ വലിയ പ്രക്ഷോഭം നടന്നാണ് ആൽവിൻ പഠിപ്പിച്ച ദുരുപദേശം. അപ്പോൾ ഇത്തരം മ്ലേച്ഛതകളൊക്കെ നടപ്പിലാകാൻ പാകത്തൊരു ഉപദേശം വളച്ചുവിട്ട, വഴിതിരിച്ചുവിട്ട, ഈ തിന്മകളോട് പടപൊരുതുന്ന ആർജവമുള്ള ഒരു സമൂഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ചിലർക്ക് പറയും ഇതിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. ഇത് തകരുന്നതിൻ്റെ കാര്യമൊന്നുമല്ല. അതിൻ്റെ കാരണം പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം ഇത്രയും ഉണ്ടായില്ലേ? മാർട്ടിൻ ലൂതർ മുതലും കൊണ്ട് കത്തോലിക്ക സഭ പൊളിഞ്ഞോ? അതിപ്പോഴും അവിടെ നിൽപ്പില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അതവിടെ നിൽപ്പില്ലേ? അങ്ങനെ പൊളിക്കുക, നിലനിർത്തുക എന്നതൊന്നും ഉള്ളതല്ല അതിൻ്റെ അടിസ്ഥാനം. TPMനെ പൊളിക്കാൻ എൻ്റെ വാക്കുകളൊന്നും പര്യാപ്തമല്ല. മറ്റൊന്നിനെ പൊളിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് എത്രയോ പ്രസംഗിച്ചു. കത്തോലിക്ക സഭ കമ്മ്യൂണിസത്തിനെതിരെ എത്രയോ പ്രസംഗിച്ചു. റഷ്യയിൽ ഇപ്പോഴും ചൈനയിൽ ഇപ്പോഴും അത് പ്രബലമായിട്ടില്ലേ? അപ്പോൾ ഒരു സംഘടന നിലനിൽക്കുന്നു എന്നതല്ല അതിൻ്റെ ദൈവികതയുടെ തെളിവ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പൊളിക്കാനോ അവർക്കെതിരെ പറഞ്ഞില്ല. നിങ്ങളുടെ ഡോക്ട്രിൻ വചന വിപരീതമാണ്, അല്ലെങ്കിൽ വചനം കൊണ്ട് തെളിവതാണ്. വചനം കൊണ്ട് തെളിവ് തരാണ്ടതിന് പകരം നിങ്ങളുടെ യുക്തി കൊണ്ടുള്ള തെളിവാണ് തരുന്നത്. ഇതിൽ ഈ ജോബി എന്ന് പറഞ്ഞ സഹോദരൻ അദ്ദേഹത്തിൻ്റെ യുക്തി കൊണ്ട് വരുമ്പോഴേ ഞാൻ പറയും, എനിക്ക് നിങ്ങളുടെ യുക്തിയല്ല, എനിക്ക് ഒറ്റ വാക്യം മതി. വാക്യം കൊണ്ട് തന്നു. പുള്ളി കുറേ വാക്യങ്ങളിൽ അടിച്ചിട്ട് പറയാം, സംശയം ഉണ്ടെങ്കിൽ ഇനിയും കോൺടാക്ട് ചെയ്യണം എന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ ഇത് പഠിപ്പിക്കാം, കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. എനിക്ക് സംശയം ഇല്ല. എന്തോ സംശയം? ഒരു വാക്യം കിട്ടിയ പ്രശ്നം തീർന്നു. നിങ്ങളുടെ ഉപദേശം സംബന്ധിച്ചൊരു വാക്യം, ഇത് പാസ്റ്റർമാർക്ക് മാത്രമുള്ളതാണ് എന്നുള്ള നിങ്ങളുടെ പഠിപ്പിക്കൽ വേദവിപരീതമാണ് എന്ന് ഞാൻ തറപ്പിച്ചൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. ഈ മനുഷ്യാവകാശ നിഷേധങ്ങൾ, അതിലെ തിന്മകൾ, അതിനോടെല്ലാം പടപൊരുതിക്കൊണ്ടുള്ള ഒരു പുതുതലമുറയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഈ TPMകളിൽ ഉണ്ടാകണം. അതിലെ ദൈവമക്കളെ സംഘടിക്കണം. അതിൽ വിട്ടുഇറങ്ങി ദൈവരാജ്യ നിമിത്ത ഷണ്ണന്മാരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് തിന്മയിലൂടെ ജനത്തെ നയിക്കുന്ന ഈ പ്രവണതകൾ CBI എൻക്വയറിയൊക്കെ നേരിടേണ്ട വരും വിധം എത്രയോ നാണം കെട്ടൊരു കാര്യമാണ്. അതൊക്കെ മുഴുവൻ സമൂഹത്തിനും അത് മോശമല്ലേ? ഈ പ്രവണതകൾക്കൊക്കെ എതിരെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇനിയും ഇത്തരം ചർച്ചകൾ നമുക്ക് തുടരാം. നിങ്ങളുടെ മാന്യമായ പ്രതികരണത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇനി ഞാൻ അടുത്ത ഘട്ടം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ഏത് പക്ഷത്തുനിന്നും ചോദിക്കാം. ആ ചോദ്യത്തിന് സാധാരണ ഇങ്ങനെ ലൈവിൽ നമ്മൾ അനുവദിക്കാറില്ല, ആ ഒരു സാഹചര്യമില്ല. എന്നാൽ ഈ TPM പക്ഷത്തുനിന്നും മറുഭാഗത്തുനിന്ന് പറയാനായിട്ട് ആരും വരാറില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള സാവകാശമുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനവും ചർച്ചയുടെ ജനാധിപത്യ മര്യാദയും വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യമാകാം. ആ ചോദ്യത്തിന് ഇപ്പോഴാണ് മറുപടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ചോദ്യങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് വേണം. വർഗീസ് പുലിമൂട്ടിൽ പതിവ് പോലെ എന്തൊക്കെയോ ചോദിച്ചു വരുന്നുണ്ട്. അതിനകത്ത് അർത്ഥമൊന്നുമില്ല. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യത്തിനകത്ത് ഒരർത്ഥം വേണം, അല്ലെങ്കിൽ കാര്യമില്ല.
ബിനീഷ് ജോർജ്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യമെടുക്കുന്നു. ചോദ്യങ്ങൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ലേറ്റാകുന്നോട് അല്പം ലാഗ് ചെയ്യുന്നതാകും കാരണം. ഓക്കെ, EK സാമുവൽ, സാജു മിസ്പയുടെ കമൻറ്റ് കാണുന്നു. താങ്ക് യു സാജു. സ്റ്റാൻലി പനച്ചയിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. രഞ്ജിത്ത് ജിത്തുവിന് നന്ദി പറയുന്നു. എനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ ടോപ്പിക്, കഴിവതും ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. സ്തോത്രം. സാജു മിസ്പയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. സ്തോത്രം. സാജു ക്ലീഷ്യമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എന്തുകൊണ്ട് താടി വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നല്ല കാര്യം. എനി ക്വസ്റ്റ്യൻ. പ്രിൻസ് നിലമ്പൂർ, വെരി ഗുഡ്. എന്തൊരു ക്വസ്റ്റ്യൻസ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ നിർത്താൻ ബാധ്യസ്ഥനാകുന്നു. ഇതിൽ ജയേഷ് KV പറഞ്ഞൊരു ചോദ്യമുണ്ട്. TP സഹോദരന്മാരെ, അൽക്കുടത്തോട്ടം പറഞ്ഞ കാര്യങ്ങൾ വചനപ്രകാരം ശരിയെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് സ്വീകരിക്കുക, ലൈവിൽ വന്ന് വചനം തെളിയിച്ച് സംസാരിക്കുക എന്ന് പറയുന്നു. അതൊരു നല്ല നിർദ്ദേശമാണ്. 1000 ഹൗ മെനി അപ്പോസ്റ്റൽസ് ഓഫ് ജീസസ്, എന്താ ചോദ്യം എന്നൊരു പിടിയില്ല. അന്തപ്പുര കുലപാതക ആണല്ലോ ആദ്യം തുടങ്ങിയത്, അതുകൊണ്ട് ചോദിച്ചു. കുലപാതകം എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. കൊലപാതകം എന്ന് പറയണം. ഭാഷാപരമായിട്ടുള്ള ഒരു സ്ഖലിതം തിരുത്തിയെന്ന് ഓർത്താൽ മതി. കൊലപാതകം എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഭവമായിട്ട് ആണ് തോന്നുന്നത്. ഒരു 2 പാസ്റ്റർമാർ കൂടിയിട്ട്, നിങ്ങളുടെ 2 മൂപ്പന്മാർ കൂടിയിട്ട് ഒരാളെ ശ്വാസം മുട്ടിച്ച് കൊന്ന കഥയാണിത്. അവിടുത്തെ ദേശീയ ദിനപത്രങ്ങളിൽ വരെ വന്ന വാർത്തയാണിത്. ആ വാർത്തയുടെ കട്ടിങ്ങാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒത്തിരി ചിത്രം എൻ്റെ കയ്യിലുണ്ട്, ഭീകരമായ ഒത്തിരി ചിത്രം. അതൊക്കെ എടുത്തിടാത്തത് അതൊന്നും അത്ര കണ്ട് ഒരു മോശമാണല്ലോ. അതുകൊണ്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ഇൻബോക്സിൽ തരാം, ആർക്കും ഇൻബോക്സിൽ തരാം. അത് ദുരുപയോഗം ചെയ്യേണ്ട. കാരണം അവരെ ആക്ഷേപിക്കുക എൻ്റെ ലക്ഷ്യമല്ല. പക്ഷേ ഒരു പരമാർത്ഥം പറയാതിരിക്കാൻ വയ്യ. ഇതിനിടയിൽ എൻ്റെ അടുത്തൊരു സ്നേഹിതനാണ് ജോസഫ് ചാക്കോ കാവുങ്കൽ എന്നൊരു സഹോദരൻ. ചെറുപ്പം മുതലേ ഞങ്ങൾ അറിയുന്നവരാണ്. അദ്ദേഹം ഒരു വിയോജിപ്പ് എഴുതിയിട്ടു. ആ വിയോജിപ്പിനോടും നമുക്ക് ബഹുമാനമുള്ളൂ. എൻ്റെ കാരണം ഈ ഇലക്ഷൻ നടത്തുന്ന പെന്തക്കോസ്ത് സഭകളിൽ വിമർശനാത്മകമായ ഒത്തിരി വസ്തുക്കളുണ്ട്. അത് വിട്ടിട്ട് എന്തിനാണ് TPMനെ വിമർശിക്കുന്നത്? തീർച്ചയായിട്ടും ജോസഫ് ചാക്കോ കാവുങ്കൽ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട്. നമുക്ക് അത്തരം ചിന്തകളെയും ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇത് കാലിക പ്രസക്തിയുള്ള കാര്യമാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, ആദ്യം അറിയേണ്ടത് ഞാൻ തുടങ്ങിയതല്ല ഇത് ഇവർ ക്ഷണിച്ചു വരുത്തി. അലക്സ് തലമട്ടത്തിലാണ് ഞാൻ ഈ പ്രോഗ്രാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം അദ്ദേഹമാണ് ഈ ചർച്ച ഈ വിധത്തിലേക്കൊക്കെ കൊണ്ടുവന്ന്. ഞാൻ അദ്ദേഹത്തോട് പല ആവർത്തി പറഞ്ഞു, നിങ്ങൾ സാന്ദർഭികമല്ലാത്ത വിധത്തിൽ ഇടപെടരുത്. ഇവർക്കെല്ലാം പറ്റുന്നത് മറ്റുള്ള സഭകളെ വിമർശിക്കാൻ വലിയ ആവേശമെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് TPM. പക്ഷെ സ്വന്തം വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പിടി സഹിഷ്ണുത കാണിക്കില്ല. ഒരു പിടി സഹിഷ്ണുത, ഒരളവ് സഹിഷ്ണുത കാണിക്കേണ്ട. അതൊരു മനുഷ്യത്വമല്ലേ? അല്ലെങ്കിൽ നിങ്ങളും ഉണ്ടായിരിക്കുന്നവരാകണം. ഇവരെ ഗ്രൂപ്പുകളിലായിട്ട് ശരിക്കും പ്രയോഗിക്കുകയാണ്. ഇതിലൊരു കാര്യമുള്ളത്, ഈ അലക്സ് തലമട്ടം എന്ന് പറഞ്ഞ മാന്യൻ ഒരു ഡോക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആയുർവേദ ഡോക്ടർ. അദ്ദേഹം TPMകാരെ ശുശ്രൂഷിക്കുമെന്ന് എനിക്കറിയില്ല. അത് പാവമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ TPമാർക്ക് മരുന്ന് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അതിൽ റോഷ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ഇങ്ങനെ ഇട്ടൊരു ചിത്രം, ഈ TPMനെ ഓമിച്ചൊരു സംഭവം ഇട്ടു. എന്നെ ഓമിച്ച് ജന്തു എന്നാണ് എന്നെ വിശേഷിപ്പിച്ചത്, ജന്തു. അപ്പോൾ അടുത്തത് ഒരു ചിത്രം താഴെ ഇട്ടു. ഈ നിലാവിനെ നോക്കി കുരയ്ക്കുന്ന ഒരു നായുടെ ചിത്രമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്കത് കണ്ടാൽ മനസ്സിലായത് ഈ മെഴുവേലി സംഭവമാണ്. അമ്മ ഈ അവിടുത്തെ മദറിനെ നോക്കിയിട്ട് വല്ലാത്ത താല്പര്യം എടുക്കുന്ന ഒരു മൂപ്പനെയാണ് എനിക്കപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ അത് ഇട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു സംഭവം ഞാൻ ഈ വിധത്തിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം സ്വന്തം ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഈ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകണം. എന്താ ചോദ്യമൊന്നുമില്ല. അപ്പോൾ 1400 അവിടെ മുതൽ അവിടെ വരെയാണ്. എന്താണെന്നൊരു നാട്ടിൽ സ്വന്തം മക്കളുണ്ട്. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യം ഒന്നും ഇവിടെ പാടില്ല. ഞാൻ അച്ഛന്മാരുടെ കഥകളൊന്നും അല്ല ഈ പറഞ്ഞത്. ഒരാളുടെ ചെയ്ത തെറ്റില്ല ഉപദേശമാണ് ഇവിടെ പറയുന്നത്. ഐ വാസ് എ റെസ്പെക്ട് ഓൺ യു ടു ടുഡേ എൻ്റർ തിങ്സ് ലോസ്റ്റ്. അത് രാജു തോമസ്, ഐ വാസ് എ റെസ്പെക്ട് ഓൺ യു ബട്ട് ടുഡേ എൻ്റർ തിങ്സ് ലോസ്റ്റ്. അത് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ ആരുടെയും പ്രതിഫലം പ്രതീക്ഷിച്ച ഒരു ചായക്കാശിനോ വേണ്ടിയല്ല രാജു ബ്രദറായിരിക്കുന്നത്. ബ്രോ വർഗീസ്, നിങ്ങൾക്ക് വേറെന്തുവാണ്? ഒരാൾക്കും ചോദ്യമില്ല. ഇതാണ് കാര്യത്തെടുക്കുമ്പോൾ ഇവർ ഇത്രേ ഉള്ളൂ. ഞാനിനി നിർത്തുകയാണ്. ജോജി വർഗീസ്,
1,144,000 പേർ. ആ കണക്ക് എഴുതിയേക്കും തെറ്റാണ് ജോജി വർഗീസ്. 144 അത് TPM-കാരാണെന്ന് പറയുന്നു. അവരത് തിരുത്തിയിട്ടുണ്ടെന്നും കേൾക്കുന്നു. അത് നല്ല കാര്യം, തിരുത്തിയെങ്കിൽ ഏറ്റവും നല്ലത്. അത് അവരാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല, അവർ വിശ്വസിക്കുന്നതാണ്. 144 TPM പൗലോസിനെ പോലെയാണോ? പൗലോസ് സ്വന്തപ്പുരം പണിത് സ്ത്രീകളെയും കൊണ്ട് നടക്കല്ലായിരുന്നു. അത്രയൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ട. ഇവാഞ്ചലിസ്റ്റ് ബിനു പത്തനാപുരം കൊച്ചുമോൻ. അപ്പം ഞാൻ അപ്പത്തെക്കുറിച്ചൊന്ന് എന്താ അപ്പോളെന്ന് ഉദ്ദേശിച്ചത്. സോറി ബിനു എന്താ പറയുന്നത്? അലക്സിനോടുള്ള വൈരാഗ്യമല്ല, ഒരു കാര്യം ഒരു ചർച്ച വരുമ്പോൾ മറുപടി പറയണ്ടേ. അലക്സ് ഒരു ചോദ്യം ചോദിച്ചു, മുമ്പോട്ട് വന്നു. അലക്സ് പറഞ്ഞത് കത്തോലിക്ക കന്യാസ്ത്രീകളെ ഞാൻ മണവാട്ടി എന്ന് വിശേഷിപ്പിച്ചില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാനിതിനെ അവരെ മണവാട്ടിയായിട്ട് കാണാത്ത ഒരാൾ അവരെ മണവാട്ടി എന്ന് വിശേഷിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ പരമഭാവം അദ്ദേഹം അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അലക്സിനോടുള്ള വ്യക്തിഗതമല്ല, TPM-ൻ്റെ ദുരുപദേശങ്ങളെ തുറന്നു കാട്ടാൻ ഒരവസരം ഇങ്ങനെ ഉണ്ടാക്കി തന്ന അലക്സാറാണ്. അദ്ദേഹത്തോട് നന്ദിയാണുള്ളത്. അദ്ദേഹമാണ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. അതിൽ നന്ദിയാണുള്ളത്. സ്തോത്രം. ശരി, അങ്ങനെയെങ്കിലും നമുക്ക് നിർത്താം. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ചോദ്യങ്ങളില്ല. അതിന് ഒരുപക്ഷെ ആദ്യമൊക്കെ ഒരു ചോദ്യം ഇട്ട് കാണും. ഞാൻ പറഞ്ഞു ലൈവിനിടയിൽ ഇട്ടാൽ നമ്മുടെ ഏകാഗ്രത പോകും. പ്ലീസ് അപ്ലോഡ് എ വീഡിയോ അബൌട്ട് ഹൗ ടു സ്റ്റഡി ബൈബിൾ. ഹോപ്പ് യു വിൽ മേക്ക് വീഡിയോ അബൌട്ട് ടീച്ചർ. ചോദ്യം ചോദിക്കാൻ വല്ലതും പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഒന്നും കേൾക്കാതിരിക്കരുത്. 1 മണിക്കൂർ ഒന്നും പറഞ്ഞില്ല, എന്തിനാ പിന്നെ കേട്ടിരുന്ന? ജോസഫ് പൗലോസ്. ഇത്തരം കാര്യങ്ങളിലൊന്നും അർത്ഥമില്ല. ജോർജ്. ഓക്കെ, അപ്പം ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുകയാണ്. ചോദ്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. വിപിൻ ബാബു. ജിതേന്ദ്രിയത്വമില്ലെങ്കിലും അവർ വിവാഹം കഴിക്കട്ടെ. അഴിയുടെ നിലക്കാൽ വിവാഹം കഴിക്കും നല്ലത്. എന്നാൽ അധ്യക്ഷൻ ഇത് വചനം അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ വചനത്തിന് മറുപടി ഉണ്ട്. യോഗ്യത കുറഞ്ഞില്ല, ദുരുദ്ദേശം ആരാണ് പറയുന്നത്? വചനത്തിൽ കൊള്ളാം. ഇത് വിപിൻ നല്ല വാക്യം ഇട്ടതുകൊണ്ട് നന്ദി പറയുന്നു. വിപിൻ നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതി അയച്ച സംഗതിയാണെങ്കിലും കാര്യം നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച്. അപ്പോൾ ഈ വാക്യം അദ്ദേഹം ചോദിച്ചത് കൊണ്ട് അതിനൊരു മറുപടി വേണം. മറ്റുള്ളവരും ഇത് കേൾക്കേണ്ടതുണ്ട്. ഇവർക്ക് ഈ വചനത്തിലോ അതിൻ്റെ വിശദീകരണത്തിലോ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വിപിനോടില്ല. കാരണം അത് വചനമാണ്. ആ വചനം ഞാനൊന്ന് വായിക്കുന്നു. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് അഭിപ്രായം തന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. ഇത് വചനം പറയുന്ന കാര്യമാണ്. അത് മനുഷ്യന് നല്ലത്. അത് പാസ്റ്റർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നത് എന്തിന്? അത് പ്രവാചകന്, അപ്പോസ്തലന്, അതുപോലെ സുവിശേഷകന്, ഇടയനും ഒരുപോലെ ബാധകമാക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തുനിയുന്നില്ല? അങ്ങനെ ആണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്ന ഇടത്ത് മുഴുമനുഷ്യനും പെടൂലേ? മുഴുമനുഷ്യനും വേണ്ടി, എനിക്കും വിപിനും ഒക്കെ വേണ്ടിയുള്ള കാര്യമല്ല എഴുതിയിരിക്കുന്നത്. അത് ഒരു കൂട്ടർക്ക് വേണ്ടി പരിമിതപ്പെടുന്ന ആ ഒറ്റ വാക്യം താ, നിങ്ങളുടെ ദുരുപദേശം അവിടെ തന്നെ തീരും. വിപിൻ വാക്യമിട്ടല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. നിരപവാദ്യനായ ഏകഭായിയുടെ ഭർത്താവ് നിർബന്ധനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. ഈ 2 വചനങ്ങൾ തമ്മിൽ എങ്ങനെ ന്യായീകരിക്കും? ഈ 2 വചനം എങ്ങനെ ന്യായീകരിക്കുമെന്നോ? ഇത് നമ്മളായിട്ട് എഴുതിയ വചനമാണോ ന്യായീകരിക്കാൻ? ഈ 2 വചനം തമ്മിൽ ന്യായീകരണമില്ല. ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ട ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ ജീവിതബന്ധമെന്ന് പറയുകയാണ്. ഒരുവൻ വിഭാര്യരായി ജീവിക്കുന്നതിൻ്റെ പ്രായോഗിക വശത്തിൻ്റെ നന്മ പൗലോസ് പറഞ്ഞു തരികയാണ്. നിങ്ങൾ, അതായത് കൊരിന്ത്യർ, എഴുതി അയച്ച സംഗതികളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യന് നല്ലത്. അടുത്തത്, ഈ എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ആ വചനം തുടരുന്നു. ഇത് മനുഷ്യനെന്നല്ലേ പറയുന്നത്? മുഴുമനുഷ്യർക്കും വേണ്ടിയല്ലേ ബാധകമായിട്ടുള്ളത്? അപ്പുറത്ത് അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുന്ന പറയുന്നത് മുഴുമനുഷ്യർക്കും വേണ്ടിയാണോ? അല്ലല്ലോ. അത് മുഴുമനുഷ്യനുള്ള പ്രമാണമല്ല. അതാണ് പാസ്റ്റർക്കുള്ള പ്രമാണം, ബിഷപ്പിനുള്ള പ്രമാണം, അധ്യക്ഷനുള്ള പ്രമാണം. ആ പ്രമാണത്തിൽ കത്തോലിക്ക സഭയും TPM-ഉം ഗുരുതരമായി തെറ്റിപ്പോയിരിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യോടന്തം പറഞ്ഞത്. ഇങ്ങനെ വചനം കൊണ്ടോ ആദ്യതും പറഞ്ഞുകൊണ്ടിരിക്കാതെ. അതാണ് ചോദ്യം. അപ്പോൾ അധ്യക്ഷന് ഉണ്ടാകേണ്ട യോഗ്യത കറക്റ്റ് വചനം പറയുമ്പോൾ അവർ വിവാഹം കഴിക്കാനല്ലേ പറയുന്നേ? വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിവാഹം കഴിക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനൊരു പ്രശ്നമേ ഇല്ല. ഒരാൾക്ക് വിവാഹം കഴിക്കാതിരുന്നാൽ കർത്താവിൻ്റെ വേല ചെയ്യാം. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 6-മട സന്യാസി എന്ന പേരായി കർത്താവിൻ്റെ ദാസൻ. കർത്താവിന് വേണ്ടി എരി ശോഭിച്ചാൽ ഇവിടെ നിയമവിരുദ്ധമല്ല. കർത്താവിൻ്റെ വേലയിൽ ഒരാൾ അവിവാഹിതനായി തുടരുന്നത് ഒരു തരത്തിലും പെന്തക്കോസ്ത് സഭകളിൽ നിയമപരമായി തെറ്റല്ല. പക്ഷേ അടിച്ചേൽപ്പിക്കുന്ന അവിവാഹിത ജീവിതം, നിർബന്ധമാക്കിയിരിക്കുന്ന പാസ്റ്റർമാരുടെ അവിവാഹിത ജീവിതം വചനവിപരീതമാണ്. ഇതാണ് പലയാവർത്തി പറഞ്ഞത്. അതെന്താ ബോധ്യം വരാത്തത്? അതിനെ ന്യായീകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ വാക്യമുണ്ടോ? ശുശ്രൂഷകൻ എന്ന് പറയുന്ന ഭാഗത്ത് പാസ്റ്റർ എന്ന് കൊടുത്ത മാനദണ്ഡം എന്താ? മനുഷ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം സ്ത്രീയെ തൊടാതിരിക്കുന്നത്
മനുഷ്യന് നല്ലത്. അത് പാസ്റ്റർക്കെന്ന് മാത്രമല്ല പറഞ്ഞത്, കോമൺ ആണ് മനുഷ്യൻ, കോമൺ നൗണാണ് പ്രയോഗിച്ചിരിക്കുന്നത്, അതല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് വിരോധിച്ചിട്ട് കാര്യമില്ല, ഞാൻ ബൈബിളാണ് പറഞ്ഞത്. 5 കാര്യങ്ങളിൽ പറയുന്ന അതിലെ ഒന്നാമത്തെ കാര്യം, സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേർ അപ്പോസ്തലന്മാർ അല്ല എന്ന് പാസ്റ്റർ പറയുന്നു. എന്നാൽ ഇവർ ആരാകുന്നു? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൻസർ തരണം. രണ്ടാമതായി പറയുന്നത്, കർത്താവിൻ്റെ കൂടെ നടന്ന 12 അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ, മറ്റ് അപ്പോസ്തലന്മാർ ഇല്ല എന്ന് പറയുന്നു. എങ്കിൽ ഈ 12 അപ്പോസ്തലന്മാരുടെ സ്വർഗത്തിലെ നിത്യവാസസ്ഥലം എവിടെയാകുന്നു? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം നൽകണം. പിന്നെ പാസ്റ്റർ പറഞ്ഞത് തെറ്റാണ്. പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാർക്ക് പുറമെ പൗലോസ്, ബർണ്ണബാസ് അപ്പോസ്തല പ്രവൃത്തിയിൽ 14 വാക്യത്തിൽ കാണാം. അപ്പോസ്തലന്മാരായ ബർണ്ണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്നു. രണ്ടാമതായി കൊരിന്ത്യർ ലേഖനം 8:23 വാക്യത്തിൽ, തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. 3 റോമർ 16 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ, എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധനുമായ ആന്ത്രിനിക്കോസും യൂനിയാവും അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എന്ന് വായിക്കാൻ കഴിയും. നാലാമതായി 1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ കൊരിന്ത്യ ലേഖനം എഴുതിയ പൗലോസ് പറയുന്നത്, ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെയും എന്ന് പറയുന്നുണ്ട്. അഞ്ചാമതായി 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ഇനി ആറാമതായി എഫേസ്യർ 4 അധ്യായത്തിൻ്റെ 11 അവർ ചിലവരെ അപ്പോസ്തലന്മാരായും ചിലവരെ പ്രവാചകന്മാരായും ചിലവരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. മുകളിൽ പറഞ്ഞ 4 കൂട്ടരും സഭയിൽ പ്രവർത്തിക്കുന്നവരും മുകളിൽ പറഞ്ഞ 4 കൂട്ടരും സഭയിൽ ഇന്നും പ്രവർത്തിക്കുന്നു. എങ്കിൽ അഞ്ചാമതായി അപ്പോസ്തലന്മാരും ഇന്ന് സഭയിൽ ഉണ്ട്. 12 അപ്പോസ്തലന്മാർക്ക് പുറമെ ഇന്നും അപ്പോസ്തലന്മാർ ഉണ്ട് എന്ന് 6 ഉദാഹരണം വചനാടിസ്ഥാനത്തിൽ തെളിഞ്ഞുവല്ലോ. ഇനി 9ാമത്തത്, അപ്പോൾ പാസ്റ്റർ അന്നി കുരുത്തോട്ടം പറഞ്ഞത് 100% തെറ്റാണ്. ഇനി 3ാമതായി പാസ്റ്റർ പറയുന്നത്, അടിച്ചേൽപ്പിക്കുന്ന അവിവാഹിത ജീവിതം TPM സഭ എന്തിനു ചെയ്യുന്നു? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പറയുന്നത് അനുസരിക്കണമോ അതോ പാസ്റ്റർ പറയുന്നത് അനുസരിക്കണമോ? എന്തിന് TPM സഭ ദുരുപദേശം പഠിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ ചെയ്യുന്നില്ല. ഒരാൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ സഭയെ ഒരുക്കുവാൻ വേണ്ടി തന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഈ ആഗ്രഹം സഭയിലെ അപ്പോസ്തലന്മാരെ അറിയിക്കുകയും അവർ ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവ നടത്തിപ്പ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സഭയെ ഒരുക്കുവാൻ വേണ്ടി സമർപ്പിക്കുന്ന വ്യക്തിക്ക് അപ്പോസ്തലനായിത്തീരുന്നു. സഭയിലെ വിശ്വാസികൾ അപ്പോസ്തല പ്രതിഷ്ഠ ഉള്ളവരല്ല, അപ്പോസ്തലന്മാരല്ല. TPM സഭയുടെ ശുശ്രൂഷകന്മാരെ വേലക്കായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം എന്ന് പറയുവാൻ ഈ ലോകത്ത് ഒരു കൊടയും ഒരു ബൈബിളും പിന്നെ അവരുടെ വസ്ത്രം വയ്ക്കുന്ന പെട്ടിയും ഉണ്ടാകും. അവർ എന്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനോട് പറ്റിച്ചേർന്നു
ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ അനേകം വചനങ്ങൾ ഉണ്ട്. അതിൽ സമയക്കുറവുകൊണ്ട് 3 ഭാഗങ്ങൾ എടുത്തു പറയാം. യേശു തൻ്റെ ഉപദേശത്തിൽ തൻ്റെ ശുശ്രൂഷകർ എല്ലാം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച ശേഷം തന്നെ അനുഗമിക്കട്ടെ എന്ന് വ്യക്തമായി അരുളിച്ചെയ്തു. 4. പുതിയ നിയമസഭയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൽപ്പനയായ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം എന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ലൂക്കോസ് സുവിശേഷം 14:26-33 വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. ഇതാ ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ ജീവനായും പ്രാപിക്കാത്തവർ ആരുമില്ല. പിന്നെ 5-മത്തത് 5 ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ 5 വിധ ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർത്തൃ ശുശ്രൂഷകന്മാർ മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, നിയമിക്കപ്പെട്ടവരോ അല്ല, അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാകുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. എഫേസ്യർ 4:7-8 വാക്യങ്ങളും 11 അധ്യായത്തിൻ്റെ 11 വാക്യവും 13 വാക്യം വരെ ഉള്ളത് വായിക്കാം. അത് എഫേസ്യർ 4 അധ്യായത്തിൻ്റെ 7, 8 പിന്നെ 11, 13 വാക്യത്തിൽ വായിക്കാൻ കഴിയും. സഭയുടെ തലവനായ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയിൽ നിന്ന് ഒരു കൂട്ടം കർത്തൃ ശുശ്രൂഷന്മാരെ തനിക്കായി വേർതിരിച്ച് അവരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. തനിക്കായി ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർക്ക് വിശേഷമായ കൃപകളും വരങ്ങളും നൽകിയിരിക്കുന്നു. അവർ ക്രിസ്തുവിൻ്റെ ദാനം എന്ന് വിളിക്കപ്പെടുന്നു. എഫേസ്യർ 4 അധ്യായത്തിൻ്റെ 11, 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. 5 വിധ ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ സഭ ശുശ്രൂഷകന്മാരായ പ്രവാചകന്മാരും സഭയിലെ വിശ്വാസികൾക്കും പ്രവചിക്കാം. സഭാ ശുശ്രൂഷകന്മാരായ സുശേഷകർക്ക് സഭാ വിശ്വാസികൾക്കും സുശേഷ പ്രവർത്തനങ്ങളിൽ ഇടപെടാം, അതിന് അനുവാദമുണ്ട്. ബാക്കിയുള്ള ഉദ്യോഗങ്ങളിൽ വിശ്വാസികൾക്ക് ഇടപെടാൻ പാടില്ല. ഞാൻ ഇനി പാസ്റ്ററോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 1 സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 144,000 പേർ അപ്പോസ്തലന്മാർ ആകുന്നു. പാസ്റ്റർ പറഞ്ഞു അപ്പോസ്തലന്മാർ അല്ല, TPM ദുരുപദേശം പഠിപ്പിക്കുന്നു എന്നാണ്. എങ്കിൽ ഈ 144,000 പേർ ആരാകുന്നു? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി തരണം. രണ്ടാമതായി, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനണിഞ്ഞ സ്ത്രീ. ഈ സ്ത്രീ ആരാകുന്നു? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് റിപ്ലൈ തരണം. വെളിപ്പാട് പുസ്തകം 12:5 അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേൽപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ ആൺകുട്ടി ആരാകുന്നു? അതും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തണം. പാസ്റ്റർ ചോദിച്ച 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. പ്രൈസ് ദി ലോർഡ്. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.